ഹായ്, എൻ്റെ പേര് അനീഷ്മ. പിന്നെ കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ്. തിരക്കുള്ള ദിവസവും സന്തോഷമുള്ള ദിവസവും എന്താ പറയുക, ഒരുപാട് ദൈവത്തിനോട് നന്ദിയുള്ള ഒരു ദിവസം കൂടെ ഇരുന്ന് കേട്ടോ. അപ്പോൾ എന്താണെന്നല്ല, അതൊക്കെ ഞാൻ മെല്ലെ ഇങ്ങനെ പറയാം. നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ ഒന്ന് ഉപകാരമാവും. അപ്പോൾ എന്താണ് കാര്യം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പം ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ എണീറ്റിട്ടുള്ള കലാപരിപാടികളാണ്. നൂലപ്പവും അതുപോലെ മുട്ടക്കറിയൊക്കെയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അന്ന് മോൾക്ക് കലോത്സവമാണ്, അതായത് ഉപജില്ലാ കലോത്സവം. അവൾ ആദ്യത്തെ സ്റ്റേജ് പ്രോഗ്രാമുകളാണ് ഇന്നുള്ളത്. ആദ്യമായിട്ടാണ് അവൾ സ്റ്റേജ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് കേട്ടോ. ആൾ പഠിക്കുന്നത് 2ാം ക്ലാസ്സിലാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് സംഘഗാനമുണ്ട്, സംഘനൃത്തമുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ. അപ്പം അങ്ങനെ മുട്ടക്കറിയും നൂലപ്പൊക്കെ മോൾക്ക് കഴിക്കാൻ കൊടുത്തിട്ട് ഞാനും കഴിച്ച ശേഷം ഞാൻ വേഗം മുറ്റടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ ചോറും കറിയും എല്ലാ പരിപാടികളും ഒരുക്കിയിട്ട് വേണം എനിക്ക് പോകാൻ. ഒരു ഉച്ചയാകുമ്പോൾ എനിക്ക് പോകണം സ്കൂളിലേക്ക്, അതായത് പരിപാടി നടക്കുന്ന സ്കൂളിലേക്ക്. മോള് പിന്നെ സ്കൂളിലേക്ക് പോകണം ആ ടൈമിൽ തന്നെ നേരെ പോവുകയാണ് കേട്ടോ. പിന്നെ അവിടുന്ന് എല്ലാവരും കൂടെ കൂടിയിട്ട് അങ്ങനെ അവിടുന്ന് വണ്ടിക്ക് പോവുകയാണ്. എനിക്ക് പിന്നെ അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. എനിക്ക് മെയിൻ വില്ലനെ അംഗനവാടിയിലാക്കിയിട്ട് വേണം പോകാൻ. പിന്നെ ഏട്ടൻ മണിയർ വരുമ്പോൾ ഓനെ കൊണ്ടുവരും. അപ്പം അങ്ങനെ വേണം എനിക്ക് പോകാൻ. അല്ലാതെ എൻ്റെ മൂർത്തീനെ കൊണ്ടുപോയാൽ ആ സ്കൂൾ കോമ്പൗണ്ട് മൊത്തം മേടിക്കേണ്ടി വരും. ഞാൻ വല്ല ആധാരം വെക്കേണ്ടി വരും. അത്രയ്ക്കും സാധനങ്ങളാവില്ല അവിടെ ഉണ്ടാവുക. അപ്പം പിന്നെ ഓനൊക്കെ ഞാൻ അംഗനവാടിയിലാക്കിയിട്ട് ഞാൻ എൻ്റെ കാര്യം നോക്കി പോവുകയാണെന്നല്ല പോകാൻ നിൽക്കുകയാണ്. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്രോഗ്രാമിൽ കുറച്ച് കഥകൾ പറയാണ്ട് കേട്ടോ. കഥ എന്ന് പറയാൻ എന്താണെന്നല്ലേ, ഒരു ദിവസം ഇങ്ങനെ കലോത്സവം ഉണ്ടെന്ന് പറഞ്ഞ ടീച്ചർ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ ഞാനില്ല കേട്ടോ എന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾക്ക് കഴിയൂല, ഈ പൈസയും കാര്യം തന്നെയാണ് മെയിനായിട്ടുള്ളത്. 3000 ഒരു ഡാൻസിന് 3500. അത്യാവശ്യം നല്ല കലോത്സവമല്ലേ, ഈ സംഘനൃത്തം കാര്യങ്ങളല്ലേ. അപ്പോൾ അത്യാവശ്യം നല്ല പൈസ വേണ്ടി വരുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇപ്രാവശ്യം ടീച്ചർ വിളിക്കുന്നുണ്ട്, അവനിക്കനെ കൂട്ടുമോ, നല്ല കളിക്കുന്ന കുട്ടിയല്ലേ, അപ്പോൾ ഓളൊന്ന് കൂട്ടുമോ ചോദിച്ചു. ഒരു പറഞ്ഞു, ടീച്ചറെ ഇങ്ങനെ പൈസേൻ്റെ പ്രശ്നം കൊണ്ടാണ് ടീച്ചറെ, ആഗ്രഹം നമുക്ക് ഉണ്ട് എന്തായാലും പറഞ്ഞു. അപ്പോൾ ടീച്ചർ പറഞ്ഞു, അങ്ങനെ പകുതിയായിട്ട് തന്നാൽ മതിയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇപ്പം ഇങ്ങനെ ടീച്ചർ ഇങ്ങനെ വിളിച്ചിങ്ങനെ ഇതാക്കല്ലേ, നമ്മളെ വിളിച്ചിങ്ങനെ ചോദിക്കുമ്പോൾ പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ പിന്നെ എന്നാൽ കൂടിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അതിന് ചേർന്നു കേട്ടോ. അങ്ങനെ ചേർന്ന് ഒരു ദിവസമായിട്ട് ഒരു മാഷ് വന്ന് പഠിപ്പിച്ചു. പക്ഷേ പിന്നെ ആ മാഷ് ടീച്ചർ പറഞ്ഞു ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല എന്ന് പറഞ്ഞു. ടീച്ചർ ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് അയച്ചു. ഇനിയിപ്പോൾ എന്ത് ചെയ്യുക ചോദിച്ചു. അതിൻ്റെ ഇടയിൽ മോള് പോയി മോനെ കൊണ്ടാക്കി പോകുന്നു, അതൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ടീച്ചർ അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു, എന്താ ടീച്ചർ എന്താ തീരുമാനിക്കുന്നത് ചോദിച്ചു. അപ്പോൾ ടീച്ചർ പറഞ്ഞു, നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കളിച്ച ഡാൻസ് തന്നെ ഇവരെ കളിപ്പിച്ചാലോ ചോദിച്ചു. അതിൽ 3 കുട്ടികൾ മാത്രമല്ലേ പഠിക്കാത്തതുള്ളൂ, അപ്പോൾ അവരെ നമുക്ക് പഠിപ്പിച്ചെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ടീച്ചർക്കൊരു ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പേടിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ കുട്ടികളെ ആ ഡാൻസ് ആണ് പഠിപ്പിച്ചത്. അത് കഴിഞ്ഞ വർഷത്തെ ഡാൻസ് പഠിക്കാത്ത കുട്ടികൾ, ഒന്ന് എൻ്റെ മോളും പിന്നെ ഓളെ ക്ലാസ്സിൽ തന്നെ ഒരു കുട്ടിയും കൂടെ, പിന്നെ വേറൊരു കുട്ടിയും കൂടെ ഉണ്ട് തോന്നുന്നു. അങ്ങനെ ഈ 3 കുട്ടികൾ മാത്രമേ ഉള്ളൂ പഠിക്കാത്തത്. ബാക്കി 4 കുട്ടികളും ഈ ഡാൻസ് പഠിച്ച കുട്ടികളാണ്. അതായത് കളിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് വിത്ത് സെക്കൻഡ് വിത്ത് എ ഗ്രേഡ് മേടിച്ച കുട്ടികൾ തന്നെയാണ് ഈ പ്രാവശ്യം കളിക്കുന്നത്. ഞാനിപ്പോൾ എന്താ ഇടുന്നത് ലിഫ്റ്റിക്കൊന്നല്ല കേട്ടോ, സിന്ദൂരല്ലായിട്ടല്ല, എൻ്റെ മകന് സ്റ്റിക്ക് ഉണ്ടായിരുന്നു. എൻ്റെ മകൻ അങ്ങനത്തെ കണ്ടു കഴിഞ്ഞാൽ ഒരു കിറുക്കാണ്, അത് അവിടെ ഇവിടെ പറയുക, അങ്ങനെയൊക്കെയാണ് ഓൻ്റെ ഭ്രാന്ത്. അപ്പോൾ അതില്ല. ഇനിയിപ്പോൾ പോകുമ്പോൾ അപ്പുറത്ത് വീട്ടിലുണ്ടോ ചോദിച്ചു നോക്കണം. എന്തേലും എങ്ങോട്ടേ പോകുമ്പോൾ അതൊക്കെ ഇടല് ഒരു രസമല്ലേ. അപ്പം അങ്ങനെ ടീച്ചർ പറഞ്ഞു, അങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ആ ഡാൻസാണ് ഓരോ കളിപ്പിച്ചത് തന്നെ ഓരോ ക്ലാസ് ടീച്ചർ കേട്ടോ. അതായത് മാഷന്മാരൊന്നും അല്ല, ക്ലാസ് ടീച്ചർ മാത്രമാണ്. ക്ലാസ് ടീച്ചറും പിന്നെ അവർ ആദ്യം കളിച്ച കുട്ടികളും പിന്നെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് എൻ്റെ മോളും മറ്റു 3 കുട്ടികളും പിന്നെ എല്ലാവരും കൂടെ പഠിക്കുന്നത്. എന്തായാലും ഇവളോടെയും ചോദിക്കും, ഒരു ദിവസം കഴിഞ്ഞിട്ട് ചോദിക്കും ഞാൻ, ഇന്ന് പ്രാക്ടീസ് ഉണ്ടായിരുന്നോ, പഠിച്ചോ? ഞങ്ങൾ പഠിച്ചു പറയട്ടോ. ഞാൻ പഠിച്ചോനെ എത്ര പെട്ടെന്ന് അതൊക്കെ പഠിച്ചെടുക്കണ് അങ്ങനെ ചെയ്തിട്ടോ. അങ്ങനെ ചിന്തിക്കും ഞാൻ, ഒരു മാഷന്മാർ പോലും പഠിപ്പിക്കാറില്ല, എന്നിട്ട് കുട്ടികളിത് എൻ്റെ മകളൊക്കെ ഇത് പഠിച്ചെടുത്തല്ലോ. അങ്ങനെ ഞാൻ തന്നെ അങ്ങനെ അഭിമാനം കൊള്ളൂട്ടോ. അങ്ങനെ ഞാൻ വീട്ടിലെ പണികളും കാര്യങ്ങളൊക്കെ ഒരുങ്ങിയ ശേഷം ഞാൻ സ്കൂളിലൊക്കെ എത്തി. പിന്നെ മോളിതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ
വീടിൻ്റെ അടുത്തുള്ള ചേച്ചീൻ്റെ കുട്ടിയുണ്ട് പ്രോഗ്രാമിന്, മോൺ ആക്ടിന് വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ റിസൾട്ടും കാര്യം പറയണം നോക്കി ഓരോ കൂടെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഫുഡ് കഴിക്കാനായിട്ടുണ്ട്. ഒരു ഫുഡ് കഴിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ടീച്ചർക്ക് വിളിച്ചപ്പോൾ ടീച്ചർ കൂപ്പണും കാര്യം കൊണ്ട് എൻ്റെ അടുത്തേക്ക് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും ഫുഡ് കലോത്സവത്തിന് വന്നാൽ ഫുഡ് കഴിക്കൽ നിർബന്ധം കേട്ടോ. എനിക്കിഷ്ടമാണ്, നല്ല രസമാണ് അവിടുത്തെ ഫുഡ് കേട്ടോ. ഒക്കെ സിമ്പിളായിട്ടുള്ള ഫുഡാണെങ്കിലും പക്ഷേ എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് അതിനുണ്ടാവും കേട്ടോ, അത് വേറെ കാര്യം. അപ്പം അങ്ങനെ നമുക്ക് കൂപ്പണും കാര്യങ്ങളൊക്കെ കിട്ടി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് ഈ ഇങ്ങനത്തെ ഈ സംഘനൃത്തം അതുപോലെ ഇങ്ങനെ ക്ലാസിക്കൽ ഡാൻസിനൊക്കെ നല്ല കാശ് കാണും. അത്യാവശ്യം നല്ല കാശുള്ളവർക്ക് മാത്രം പറ്റിയൊരു മേഖലയാണ് ഈ ഒരു ക്ലാസിക്കലും സംഭവങ്ങളൊക്കെ. നമുക്ക് പിന്നെ അതില്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അതിന് നിന്നിട്ടില്ല കേട്ടോ. അല്ല, ആഗ്രഹം കുറേ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് കഴിയില്ലല്ലോ. ഒരരങ്ങേറ്റത്തിന് തന്നെ 5000 അല്ല 50,000 70,000 പല പല സ്ഥലങ്ങൾക്കനുസരിച്ചാണ്. ഗുരുവായൂരൊക്കെ ആകുമ്പോഴത്തേന് ഇനിയിപ്പോൾ ഓളൊക്കെ അഥവേ അങ്ങനെ ഇനി കൂടിയിട്ടില്ല, കൂടണമില്ല. ചേർന്ന് കഴിഞ്ഞാലൊക്കെ ഓളൊക്കെ അരങ്ങേറ്റാകുമ്പോഴത്തേന് എന്തായാലും ഗുരുവായൂരൊക്കെ എനിക്ക് എന്തായാലും കണക്കാം. അപ്പോൾ അതൊക്കെ നമ്മൾ മുന്നിൽ കണ്ട് ഞാൻ പിന്നെ അതിനൊന്നും കൂട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ ഇത് പിന്നെ എന്തായാലും കളിച്ചോട്ടെ എന്നുള്ളതിൽ അങ്ങനെ ചേർത്തതാണ്. അപ്പോൾ ടീച്ചർ ഓളെ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ പറയും അവനിക്കാൻ ഇങ്ങനെ ഡാൻസ് പഠിപ്പിക്കണം കേട്ടോ എന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞു ടീച്ചറെ കായ് വേണ്ട ഇതിന് അറിയും. അത് ശരിയാണ് അറിയും. ഇനിയിപ്പോൾ മോളെ സംഘഗാനം കേട്ടോ, അത് കേൾക്കാം. അങ്ങനെ സംഘഗാനം കഴിഞ്ഞിട്ടോ. സംഘഗാനത്തിന് എന്താ പറയുക 3rd with A ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി കിടക്കുന്നത് നമ്മളെ ഡാൻസിക്കാട്ടോ. ഡാൻസിൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെയാണ് അത്യാവശ്യം നല്ല. ഇതിനൊക്കെ എന്തായാലും ഇപ്പോൾ ഫ്രീ ആയിട്ടൊന്നും നമുക്ക് കിട്ടില്ലല്ലോ. നല്ല മേക്കപ്പ് നല്ല വൃത്തിയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മേക്കപ്പൊക്കെ കാണാൻ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ പിന്നെ ഇതിനൊക്കെ നല്ല പൈസ വേണ്ടേ. ഇതൊന്നും ഇപ്പോൾ നമുക്ക് ആരും ഞാനിപ്പോൾ ഫ്രീ ആയി കിട്ടണമെന്ന് പറഞ്ഞിട്ടൊന്നല്ല കേട്ടോ ഞാൻ ഇതാക്കുന്നത്. അല്ല, ഓരോ തൊഴിലിനും ഓരോ പൈസകളാണ് എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ഇവർ ഈ ഒരു മേക്കപ്പും കാര്യവും ചിലങ്കകെട്ടലൊക്കെ കണ്ടപ്പോൾ എൻ്റെ കണ്ണിൽ ഇങ്ങനെ വെള്ളം വരികയെന്ന് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു കുട്ടിക്ക് വയ്യാതായി. ആ കുട്ടി കളിക്കൂല എന്നൊക്കെ പറഞ്ഞ് നിന്നപ്പോൾ എൻ്റെ ഭഗവാനെ നെഞ്ഞ് പൊട്ടിയിരുന്നു. കാരണം അങ്ങനെ ഞാൻ ആഗ്രഹിച്ചു. ഞാനെന്നല്ല, എല്ലാവരും അവിടെ ഉള്ള അമ്മമാരൊക്കെ ആകെ തകർന്ന് നിൽക്കുന്നു. കാരണം ആർക്കൊന്നും കിട്ടുമൊന്നും വേണ്ട. പക്ഷേ ആ കുട്ടിക്ക് വയ്യാതെ ആയതുകൊണ്ട് ഇനി എന്താകും എന്നുള്ളൊരു ടെൻഷനിൽ ഇങ്ങനെ ആകെ ചത്ത് നിൽക്കുന്നു എല്ലാവരും. വിളിക്കാത്ത ദൈവങ്ങളൊന്നുമില്ല ഞാൻ അതിൽ. പിന്നെ എന്തോ ഭാഗ്യത്തിന് ഏതായാലും പരിപാടി കഴിഞ്ഞ് കിട്ടിയെങ്കിൽ എന്നുള്ള ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുന്നു എല്ലാവരും. ഈ കുട്ടിയാണെങ്കിൽ വയ്യ, ഞാൻ അപ്പോൾ വീഴും, എനിക്ക് കളിക്കാൻ കഴിയൂല, ഇങ്ങനെ പറഞ്ഞിങ്ങനെ. കാരണം അറിയാലോ, ഇതിനൊക്കെ മാറ്റി ഒരുങ്ങി നിൽക്കുക എന്ന് പറഞ്ഞത് വലിയ ടാസ്ക്കുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ ആ മോൾക്ക് പറഞ്ഞാൽ കുറേ മോഹിനിയാട്ടമല്ല ഭരതനാട്യവും പിന്നെ 3-4 സിംഗിളായിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ലളിതഗാനം, കവിത, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതും ഒക്കെ കാരണം ആവും വേണമെങ്കിൽ ക്ഷീണിച്ചതുള്ളൂ. അപ്പം അങ്ങനെ നമ്മളെ ആ ഒരു ടെൻഷനിലൊക്കെ ആയിരുന്നു എന്നാണ് പറയണത്. അപ്പോൾ ഇത്രയും നല്ല പൈസയൊന്നും ആയിട്ടില്ല കേട്ടോ. 2000 ആയിട്ടുള്ളൂ. മേക്കപ്പിൻ്റെ പൈസയും ഡ്രസ്സിൻ്റെ പൈസയും മാത്രമേ ആയിട്ടുള്ളൂ. കാരണം പഠിച്ചത് ഒരൊറ്റയ്ക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത്ര വലിയ പൈസയൊന്നും ആയിട്ടില്ല. അപ്പോൾ അതന്നെ ഒരു വലിയ ഭാഗ്യം കേട്ടോ. അപ്പം അങ്ങനെ ആ ഒരു ടെൻഷനിൽ നിന്ന് അവർ ഇങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റാവേണ്ട പരിപാടി കഴിഞ്ഞ് കിട്ടണേ എന്നുള്ളതിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ വിളിക്കാത്ത ദൈവങ്ങളില്ലെന്ന് പറഞ്ഞില്ല അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ മോളെ എല്ലാവരും ഇങ്ങനെ ഒരു വേഷത്തിൽ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എന്തോ ശംഖും കൊല്ലി മണ്ണ വയ്ക്കുക, അതാണ് ഉണ്ടായത്. അപ്പം അങ്ങനെ ദക്ഷിണൊക്കെ കൊടുത്ത് 2 ആൾക്കും ദക്ഷിണൊക്കെ കൊടുത്ത് അവരിപ്പം ഇനി പോണത് ദക്ഷിണ കൊടുത്ത ശേഷം കേട്ടോ ചിലങ്കൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള പോക്കാണ് കേട്ടോ. ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും വേണ്ടില്ല, അവർക്ക് കളിച്ചിറങ്ങാൻ പറ്റിയാൽ മതി എന്നുള്ള ഇതിലാണ് എല്ലാ അമ്മമാരും നിൽക്കുന്നത്. അത്രയും ഒരു കുട്ടി നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അവരെ വെച്ചിട്ട് ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. ഈ ഒരു വിജയത്തിന് പിന്നിൽ നമ്മളെ ടീച്ചറാണ് കേട്ടോ. ടീച്ചർക്കാണ് ഇതിന് ഏറ്റവും കൂടുതൽ എന്താ പറയുക
നന്ദി നേരുന്നത്. നമ്മളെ ദിവ്യ ടീച്ചർ ഉള്ളതുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ ഒരു വിജയം ഓൾക്ക് എത്തിപ്പിടിക്കാൻ കഴിഞ്ഞത് കേട്ടോ. അങ്ങനെ ഡാൻസ് കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോണത് റിസൾട്ടും കാര്യം കഴിഞ്ഞൊരു രാത്രി 11-11:30 കഴിഞ്ഞാൽ വീട്ടിലെത്തിയപ്പോൾ കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ഡാൻസിൽ ഇവർക്ക് സെക്കൻഡ് വിത്ത് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഇവർ പറഞ്ഞില്ലേ ഡാൻസ് മാഷൊന്നും ഇല്ലാതെ ഇവർ സ്വയം ഇവരെ ക്ലാസ് ടീച്ചർ മുഖാന്തരം പഠിച്ച ഡാൻസാണെന്ന് പറഞ്ഞില്ലേ, അതൊന്നും കിട്ടുന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെയും പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, ഇതൊക്കെ അടിപൊളിയാട്ടോ, നിന്നിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഞാൻ മോളോട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ. എൻ്റെ മോളെ ആഗ്രഹം ദൈവം സാധിച്ചു തരട്ടെ. അതുപോലെ എൻ്റെ ആഗ്രഹമാണ് മോള് പഠിക്കണം എന്നുള്ളത്, ഇങ്ങനെ ഇത് പഠിക്കണം എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ദൈവം നടത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.